കാര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ പൊളിറ്റിക്കൽ നോളജ് ഉള്ള ഒരാളൊന്നുമല്ല. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ അറിയാവുന്ന ഒരു നേതാവേ അല്ല രാഹുൽ ഗാന്ധി. അല്ല, മുന്നേ തൊട്ടേ പറയുന്നുണ്ടല്ലോ, കെ.സി. വേണുഗോപാൽ പെട്ടെന്ന് ഇവിടെ ലാൻഡ് ചെയ്തത് തന്നെ ഈ പറയുന്ന സ്ഥാനത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതിനു വേണ്ടി പുള്ളി അന്നേ പ്രിപ്പയർ ചെയ്തു. MLA മാരെ എങ്ങനെ കൂടെ നിർത്താം, എങ്ങനെ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി എങ്ങനെ ആൾക്കാരെ കൂടെ നിർത്താം എന്നെല്ലാം വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുമുണ്ട്. അതെ, അതിനുവേണ്ടിയുള്ള കളികളെല്ലാം കളിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. കേരളത്തില് ലീഗുകാര് കാര്യക്ഷമമായി ഇടയും. കാര്യം അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്കൊരു നോട്ടമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഇത്രയും കാലം കിടന്ന് പാടുവിട്ട് എന്തിനാ? കുഞ്ഞാലിക്കുട്ടി എത്ര കാലം, 10 വർഷം വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി. എത്ര വയസ്സാവും കുഞ്ഞാലിക്കുട്ടിക്ക്? ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനില്ലേ? ഇത് തന്നെയാണ് പിന്നെ രാജ്യത്ത് ഉടനീളം നടന്നുള്ള പ്രശ്നം. സച്ചിൻ പൈലറ്റ് പോയതും എല്ലാവരെയും ഈ പറയുന്ന പോലെ അതിലൂടെ ഇപ്പം ഡി കെ ശിവകുമാറിനെ തള്ളിക്കളഞ്ഞു. അവിടെ എത്ര സംഭവങ്ങൾ പറയാനുണ്ടെന്നേ ഈ ഹൈജാക്കിങ്ങിന്റെ. എന്നിട്ട് ഒരു MLA എങ്കിലും ആയിട്ടാണ് കെ.സി. വേണുഗോപാൽ ഈ ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. കാര്യം എന്താ? ജനങ്ങൾ ഒരു MLA ആയിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു കെ.സി. വേണുഗോപാലിനെ. വേറെ ആരും തനിക്ക് ശത്രുക്കളായി വരാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് MP-മാർ മത്സരിക്കണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം കൊണ്ടുവന്നത്. വേറെ ആരും അവകാശവാദം പറഞ്ഞു വരരുത്. അടൂരിനെ ഒഴിവാക്കാം, അടൂർ പ്രകാശിനെ, പിന്നെ MK രാഘവനെ ഒഴിവാക്കാം, K സുധാകരനെ ഒഴിവാക്കാം, ഷാഫി പറമ്പലിനെ ഒഴിവാക്കാം. അങ്ങനെ കുറെ അധികം ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ തന്ത്രപരമായ നീക്കമായിരുന്നു MP-മാര് മത്സരിക്കരുതെന്ന്. കാര്യം K സുധാകരൻ കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങും. K സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള, മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള K സുധാകരനാണ്. K സുധാകരൻ മുഖ്യമന്ത്രിയാവും. VD സതീശനെക്കാട്ടി ഫാൻസ് K സുധാകരനുണ്ട്. അപ്പൊ K സുധാകരൻ അങ്ങനെ ഒഴിവാക്കി നിർത്തണം. ഷാഫി പറമ്പലിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഷാഫി പറമ്പലിന് ഫാൻസ് ഉണ്ട്. KC-യെക്കാട്ടി ഫാൻസ് ഷാഫി പറമ്പലിനുണ്ട്. അതും പറ്റില്ല. യൂത്ത് മുഴുവൻ KC-ക്കൊപ്പം പിന്നെ ഷാഫിക്കൊപ്പം നിൽക്കും. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ തന്ത്രപൂർവ്വം പലരെയും ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പൊ കോഴിക്കോടിന്റെ മുഖമാണ് MK രാഘവൻ, അവരെ എല്ലാവരെയും വളരെ തന്ത്രപരമായി ഒഴിവാക്കിക്കൊണ്ടാണ് ശരിക്കും കെ.സി. വേണുഗോപാൽ ഈ ഒരു എൻട്രി നടത്തിയിരിക്കുന്നത്. തീർത്തും രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും പുലർത്തേണ്ട മര്യാദകളെ കുറിച്ച് പോലും അറിയാതെയാണ് കെ.സി. ഈ രീതിയിൽ VD സതീശനെ ഒതുക്കുന്നത്. ഇത് ഭയങ്കര ഒതുക്കലായിപ്പോയി. അതുകൊണ്ട് തന്നെ ലീഗിനെ ഒഴിവാക്കുന്ന രീതി. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ.സി. ഇനി വടക്കൻ ഉള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ മത്സരിച്ചിരുന്നാൽ പോലും യാതൊരു പ്രയോജനവും കിട്ടാതെ അവിടെ പരാജയപ്പെടുത്തുന്ന എല്ലാ രീതികളും ഈ മുസ്ലിം ലീഗ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ക്യാബിനറ്റിൽ VD സതീശൻ ക്യാബിനറ്റിന് പുറത്തു നിന്നാലും ശരി, VD സതീശൻ നയിക്കുന്ന ഒരു പട തന്നെ കേരളത്തിലുണ്ട്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ കെ.സി.യെ നൈസായിട്ട് പൂട്ടാനും പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ ആകുമ്പോൾ കേരളത്തിന്റെ ഭരണസ്തംഭനം എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെ ഈ ഒരു ക്യാബിനറ്റ് കാലാവധി പൂർത്തിയാക്കുമോ എന്നുള്ളതും പിന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.